നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് എൻ്റെ ഒരു യാത്ര കാവാലത്തേക്ക്, അതായത് ആലപ്പുഴ ജില്ലയിലെ കാവാലം. ഞാൻ തുരുത്തിയിൽ നിന്നുള്ള യാത്രയായിരുന്നു. അവിടെ നിന്ന് ഞാൻ വാലടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കിടങ്ങറ റൂട്ടിലോട്ട് പോകുന്നു. അവിടെ നേരെ പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ വല വീശുന്നത് കണ്ട്. അപ്പം വല വീശുന്ന ആ ഒരു തോടാണ്. അപ്പോൾ ആ തോടിൻ്റെ സൈഡിൽ കൂടെ നിന്നപ്പോൾ അതിനേക്കാൾ മനോഹരമായ കാഴ്ചകളാണ് വള്ളത്തിൽ കൂടെ മനോഹരമായ ഒരു ചേട്ടൻ ഇങ്ങനെ പതിയെ തുഴഞ്ഞു പോകുന്നത് കണ്ട്. തൊട്ടപ്പുറേ പിള്ളേർ ചൂണ്ടയിടുന്നതൊക്കെ കണ്ടു. പക്ഷേ അതൊക്കെ തന്നെ നമുക്ക് മനസ്സ് നിറയെ അത് ആനന്ദം ഉണ്ടാകുന്നൊരു കാഴ്ചയല്ല. കാരണം അങ്ങനൊക്കെ ഒരു കാഴ്ചകൾ നമ്മൾ കുറവാണ് കാണുന്നത്. അപ്പം ഞാൻ മുമ്പേ കണ്ട ചേട്ടൻ വലയൊക്കെ ഒന്ന് വീശി വില ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനും കൂടെ നിന്നു, മീനൊക്കെ കിട്ടുന്നുണ്ടോയെന്നൊക്കെ. ഇപ്പം പുള്ളി പറഞ്ഞു 1-2 തവണ വീശിയായിരുന്നു, കുറച്ച് ചെറിയ മീനുകളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് കാണാം വലയിൽ വീശിയിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചെറിയ വയമ്പ് എന്ന് പറയുന്ന മീനാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി 1-2 വല വീശുള്ളൂ, അദ്ദേഹത്തിന് കുറച്ച് മീൻ കിട്ടി. അപ്പം വല വീശുന്നതും കണ്ട് കുറച്ച് ഞാൻ വീണ്ടും കാവാലത്തേക്ക് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ആ റൈറ്റ് സൈഡിൽ കുറേ താറാവുകൾ കൂട്ടം കൂടി നിൽക്കുന്നതൊക്കെ കണ്ട്. അപ്പം അതും മനോഹരമായൊരു കാഴ്ചകളാണ്. എനിക്ക് കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഇങ്ങനത്തെ ഒരു വല്ലപ്പോഴും കിട്ടുന്ന നിമിഷങ്ങളല്ലേ. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടും നമുക്ക് കാണാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൃഷി ചെയ്യുന്നതും ചെയ്തു കഴിഞ്ഞ് നെല്ല് ലോറിയിൽ കയറ്റുന്നതൊന്നും കാണാം. ഇത് നമ്മുടെ മൂലേശ്ശേരി പാലം എന്ന് പറയും. കൃഷ്ണപുരം കഴിഞ്ഞ് മുന്നോട്ട് പോയി തിരിച്ച് നമുക്ക് കൃഷ്ണപുരം കാണാൻ പോകാം. അപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ മൂലേശ്ശേരി എന്നാണ്, മൂലേശ്ശേരി പാലം എന്ന്. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് മൂലേശ്ശേരി പാലം എന്ന് വലിയൊരു ബ്രിഡ്ജുണ്ട്. അവിടെ സാധാരണ പണ്ടൊക്കെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട് കാവാലത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി വഴി കയറി ഇവിടെ മൂലേശ്ശേരി വന്നാണ് ഇറങ്ങുന്നത്. ഈ സ്പോട്ടാണ്. അപ്പോൾ അവിടെ തൊട്ടപ്പുറം തന്നെ ബോട്ട് ചട്ടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കാണാം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ സിനിമയിലൊക്കെ ഉള്ള ചില ഭാഗങ്ങളാണ്. സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു കാണും. ഇവിടെ വന്നും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. വന്ന് കണ്ടു നോക്കൂ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ബോട്ട് ചട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇതിപ്പം ബോട്ട് ഒന്നും കിടപ്പുണ്ട്. അത് ഇവിടെയാണ് അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഓഫീസ് അപ്പുറമുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ ഓഫീസ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നേരെ ഒന്നുകൂടെ നമുക്ക് ആ പാലത്തിലോട്ട് നമുക്ക് കയറി ചെല്ലാം. അതിന് മുമ്പായിട്ട് തന്നെ ആ പാലത്തിൻ്റെ സൈഡിലേക്ക് കൂടെ ഉള്ള വ്യൂവും കൂടെ ഒന്ന് കാണാം. ഇതൊക്കെ ഓൾറെഡി നമ്മൾ സിനിമകളിലൊക്കെ കണ്ടു കാണും. ഇത് പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു കാഴ്ചയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പം താഴോട്ട് ഇറങ്ങി ചെന്നാലും ഈ പാലത്തിൻ്റെ ഒരു വ്യൂ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാം. താഴോട്ട് വരുമ്പോൾ പഴയ കെട്ടിടങ്ങളാണ്. ആ പഴയ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയതായിട്ടുള്ള കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ആ പഴമയുടെ ഒരു ഫീൽ അവിടെ ഉണ്ട്. പിന്നെ ആ പാലം ഇച്ചിരി ജീർണാവസ്ഥയിലാണ്. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തോട്ട് കടത്ത് പോകാം. പഴയ ഒരു കെട്ടിടം, അതിൻ്റെ അപ്പുറം ഒരു ഷാപ്പൊക്കെ ഉണ്ട്. അപ്പം കണ്ടില്ലേ, ഇതാണ് പഴയ ബോട്ട് ചട്ടി എന്ന് പറയുന്ന മൂലേശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ഇതാണ്. അപ്പോൾ ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് പണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഇങ്ങനെ ആലപ്പുഴയിലോട്ടുള്ള സർവീസ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന് തൊട്ടിപ്പുറമായിട്ട് കൃഷ്ണപുരം കഴിഞ്ഞ് മൂലേശ്ശേരി, അങ്ങനെ കടന്നു പോകുന്നു. കാവാലം അങ്ങനെ പോകുന്നു. അപ്പം നമുക്കത് എന്താണെന്നറിയില്ല. ഞാനിവിടെ വന്ന് 1-2 തവണ ഇവിടെ വന്നായിരുന്നു. എത്ര വന്നെന്ന് പറഞ്ഞാലും ആ സൗന്ദര്യം നമുക്ക് മറക്കാൻ പറ്റത്ര മനസ്സിന് ആനന്ദം തരുന്ന. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ കുറച്ച് കാഴ്ചകളും കൂടെ കാണാം. എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പഴയത്. ഞാൻ കൊച്ചിയിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്, നേരത്തെ ഇവിടെ വന്നിട്ടുള്ള. പണ്ട് ഇവിടെ ജലഗതാഗത വകുപ്പിൻ്റെ ഒരു സർവീസ് മാത്രമേ ഉള്ളായിരുന്നു.
റോഡൊന്നും വികസനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാലങ്ങൾ മാറിയ ശേഷം ഇപ്പം റോഡ് വികസനമൊക്കെ ഉണ്ടായതോടുകൂടി ഇപ്പോൾ ഈ സർവീസ്, ഇവിടുത്തെ ബോട്ട് സർവീസ് കുറച്ച് കണ്ടോ. ഇതും നമ്മളിപ്പോൾ മൂലശ്ശേരിയിലോട്ട് വീണ്ടും മറ്റേ റോഡ് മാർഗ്ഗങ്ങൾ വന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ ജലഗതാഗത വകുപ്പിൻ്റെ സർവീസുകളും കുറഞ്ഞ്. അപ്പോൾ ഇതാണ് കാവാലം തട്ടാശ്ശേരി ജങ്കാറ്. അപ്പം ഇവിടെ കടത്തൊക്കെ ഉള്ളതാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചു വന്നത് കൃഷ്ണപുരമാണ്. കൃഷ്ണപുരം നമ്മൾ കണ്ടു. അവിടെ കടത്തമുണ്ട്. കൃഷ്ണപുരത്തിൻ്റെ അവിടെ നിന്ന് നേരെ തൊട്ടപ്പുറം തന്നെ നമ്മൾ കണ്ടില്ലേ, അതായത് ഈ ഒരു സൈഡിൽ ഈ വെള്ളം കയറി കിടക്കുന്നു, ഒരു സൈഡിൽ കൃഷി നടത്തുന്നു, ഒരു സൈഡിൽ കൃഷി ഇറക്കി അതിൻ്റെ നെല്ല് ചാക്കിലെടുത്ത് അതിനകത്ത് ലോറിക്ക് കയറ്റി വിടുന്നു. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ തുരുത്തിയിൽ നിന്നും കൃഷ്ണപുരം കാവാലം റൂട്ടിലോട്ടുള്ള യാത്രയായിരുന്നു. ഇടയ്ക്ക് നമ്മൾ വാലടിയിൽ ആ ഭാഗത്തോട്ട് ഉള്ളിലോട്ടും കയറിയായിരുന്നു. അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ഇടാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.